തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ തോട്ടം മേഖലകളിൽ LDFന് നേട്ടം. തോട്ടം തൊഴിലാളികൾ നിർണായക ശക്തിയായ മേപ്പാടി, പൊഴുതന, തവിഞ്ഞാൽ തുടങ്ങിയ പഞ്ചായത്തുകൾ LDF തിരിച്ചുപിടിച്ചു. അതേസമയം ജില്ലയിലെ ഒരു നഗരസഭയും 7 പഞ്ചായത്തുകളും ആര് ഭരിക്കുമെന്ന കാര്യം അനിശ്ചിതത്വത്തിലായി. മൂന്നാറിൽ നിന്ന് വ്യത്യസ്തമായി വയനാട്ടിൽ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നം ആദ്യം ഏറ്റെടുത്തത് CITU ആയിരുന്നു. ഇതിന്റെ ഗുണം LDFന് ലഭിച്ചു എന്നാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. തോട്ടം തൊഴിലാളികൾക്ക് ഏറ്റവും സ്വാധീനമുള്ള മേപ്പാടിയിലും പൊഴുതനയിലും LDF വൻ വിജയം നേടി. തവിഞ്ഞാൽ പഞ്ചായത്തിലും LDF മുന്നിലെത്തി. തോട്ടം മേഖല ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നെന്മേനി, മേപ്പാടി, പൊഴുതന, അതുപോലെ തന്നെ തവിഞ്ഞാൽ, മാനന്തവാടി ഉൾപ്പെടെയുള്ള തൊണ്ടർനാട് ഉൾപ്പെടെയുള്ള തോട്ടം മേഖലകളിൽ നല്ല വിജയം ഞങ്ങൾക്ക് കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും തോട്ടം തൊഴിലാളികളുടെ പ്രശ്നത്തിൽ ഇടപെട്ടത് അതിന് സഹായകരമായിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ജില്ലയിലെ ഒരു നഗരസഭയും 7 പഞ്ചായത്തുകളും ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സുൽത്താൻ ബത്തേരി നഗരസഭയിൽ LDFും UDFും 17 സീറ്റുകൾ വീതം നേടിയതോടെ ഏക BJP അംഗത്തിന്റെ നിലപാട് നിർണായകമാകും. 6 ഗ്രാമപഞ്ചായത്തുകളിലും BJP അംഗങ്ങളുടെ നിലപാടാണ് ഭരണം തീരുമാനിക്കുക. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇക്കാര്യത്തിൽ നിലപാടെടുക്കുകയെന്ന് BJP വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അത് സംസ്ഥാന ബേസിൽ പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് പാർട്ടി സംസ്ഥാന തലത്തിൽ അതിലൊരു തീരുമാനം എടുക്കും, ഏത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ. ആ നിലപാടായിട്ട് മുന്നോട്ട് പോകാം. ജില്ലയിൽ അതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ജില്ലയിൽ 13 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും ഒരു നഗരസഭാ വാർഡിലുമാണ് BJP വിജയിച്ചത്. റിപ്പോർട്ടർ, വയനാട്.